ഹലോ മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുക കരുതുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറേ ദിവസമായിരിക്കണം. കുറേ പേരായി മെസ്സേജ് അയക്കുന്നു, എന്താ വീഡിയോ ഇടാത്തെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ടതാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ദോശയായിരുന്നു കേട്ടോ. ദോശ എന്ന് പറഞ്ഞാൽ എലി കണ്ട പോലെ ആക്കിയത് ഞാൻ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ എല്ലാത്തിനൊരു മടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മടിയോണ്ട് മടി. അപ്പോൾ മക്കൾസിനെ സ്കൂളിൽ കൊണ്ടുപോയി വിടുകയാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും പാട്ടും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. വണ്ടി വരുള്ളൂ. ചില ദിവസം ഓട്ടമായിരിക്കും കേട്ടോ. ചില ദിവസം ഇങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ റോഡിലൂടെ വരുമ്പോൾ ഈ തുപ്പലും പൊട്ടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. തുപ്പലം തൊട്ടാലും പൊട്ടുന്നുള്ള ആ ഒരു ഇത് കേട്ടോ. പണ്ടും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. ഒരു മാറ്റമില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നമ്മളെ പുറത്തുള്ളൊരു അടുപ്പുണ്ട് കേട്ടോ. അതിൽ നിന്ന് തീയിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ചോറ് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്നറിയില്ല, ഒരു മഴയുടെ ലക്ഷണമുണ്ട് കേട്ടോ. എങ്കിലും ഞാനിത് അടുപ്പത്ത് അങ്ങനെ തീ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ഓലക്കൊടിയും വിറകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ചോറ് വെക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. ഗ്യാസുമ്മ കുക്കറിൽ വെക്കണതൊക്കെ അത്ര കണ്ട് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ ഇത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് അലക്കാനും കോരാനും തുടക്കാനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നിന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ചോറിന് വേവുള്ള അരി ഇടാമെന്ന് കരുതിയിട്ടായിരുന്നു. ചില ദിവസങ്ങൾ റേഷൻ അരി ഇടും, ചില ദിവസങ്ങൾ ഇങ്ങനെ കുറുവരി ഇടും കേട്ടോ. എന്തായാലും കുറച്ച് വിറകൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കത്തിപ്പോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ അരിയാണെങ്കിൽ നമുക്ക് നോമ്പായിട്ടുണ്ടെങ്കിൽ ഇനി കുറുവരി ഒന്നും ചോറൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ. ഒന്നാമത് ഞാൻ ആദ്യം കഴിക്കില്ല, നോമ്പായിട്ടുണ്ടെങ്കിൽ പിന്നെയും അതൊക്കെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഓരോ ദിവസവും തട്ടി മുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ മിട്ടുവിനെ കാണാതായതിൻ്റെ ശേഷം എനിക്ക് എന്തോ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എൻ്റെ പൂച്ചയാണ് കേട്ടോ മിട്ടുവിനെ പെട്ടെന്ന് കാണാതായി. അതിനുശേഷം എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ടെൻഷനും കാര്യങ്ങളും അതും ഇതും മൽക്കുലത്തായിട്ട് നടക്കുകയാണ് കേട്ടോ. അത് കാരണം എന്തോന്നറിയില്ല. പക്ഷേ എൻ്റെ 2-3 ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. സനൂബിയ ഒന്ന്, പിന്നെ ജുബൈരിയ, അങ്ങനെ 3-4 ഫ്രണ്ട്സുകളുണ്ട്. എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു കുറേ പേര് കേട്ടോ. നമ്മളെ യൂട്യൂബിലായാലും നമ്മളെ കുറേ ചേച്ചിമാരും താത്തമാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നീ വ്ളോഗ് ഇട്ടാലേ വാച്ച് അവർ കൂടുള്ളൂ. എൻ്റെ വാച്ച് അവർ എല്ലാം കുറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് പിന്നെ വീഡിയോ ഇടാനേ മടിയായി കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മളിതാ സാമ്പാർ വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ മുറിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പരിപ്പിട്ട് കൊടുത്തു. പിന്നെ മത്തനും കുമ്പളയും അങ്ങനെയുള്ള കുറച്ച് വേവുള്ള കഷ്ണങ്ങളും ഒക്കെ പാടെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ കുക്കറിലിട്ട് വേവിക്കട്ടോ ചെയ്യാറ്. ചില ദിവസങ്ങൾ പരിപ്പ് മാത്രം ആദ്യം വേവിക്കും, പിന്നെ കരുതും എങ്ങനെയൊക്കെ ഇട്ട് എന്തൊക്കെ വെച്ചാലും നമ്മൾ ലാസ്റ്റ് ഒക്കെ ഒന്നാക്കുമല്ലോ. അങ്ങനെ ഞാനിതാ ചോറ് വെന്ത് ഞാൻ പുറത്തുനിന്ന് അടുപ്പത്ത് ഇങ്ങനെ ഗ്യാസിൻ്റെ അടുക്ക് കൊടുന്നു കേട്ടോ. കാരണം അവിടെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ചോറ് ഇങ്ങനെ ഊറ്റിയിടുക കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെച്ചു. പിന്നെ കറി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അത് പൊരിക്കാൻ വെച്ചു കേട്ടോ. തളേനായിരുന്നു കേട്ടോ. ആ വീഡിയോസൊന്നും ഇപ്പം ഇല്ല. 2-3 വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫോൺ സ്റ്റോറേജ് ഫുള്ള് എന്ന് പറഞ്ഞിട്ട് ഫോണിന് തന്നെ മടുത്തുട്ടതിനെ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. എല്ലാ വീഡിയോസും അങ്ങനെ ഇപ്പോൾ എടുക്കാറില്ല. അപ്പോൾ ഇതാ ഞാൻ സാമ്പാറിന് ഞാനിങ്ങനെ വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 കേട്ടോ ആവശ്യത്തിനുള്ള കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കണ കാരണേ ഒന്നും അടച്ചു വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ അടച്ചു വെക്കും കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ആകെ കടുകിൻ്റെ പൂരാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ അതിന് ശേഷം അതിലേക്ക് ഈ വെണ്ടക്കായും പിന്നെ കുറച്ച് വെണ്ടക്കായ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് എന്താ പറയുക പയറുണ്ടായിരുന്നു, ബീൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പച്ചക്കറികൾ കിട്ടുക. അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഞാനിങ്ങനെ വഴറ്റിയെടുക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കടുക് പൊട്ടിക്കാറില്ല. ഇന്നൊക്കെ നേരം വൈകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണി തീർക്കാമെന്നുള്ള ആ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലേക്കുള്ള മുളക് പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യാറ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴറ്റി കിട്ടുക. അപ്പോൾ എനിക്ക് പലതരത്തിൽ ഞാൻ സാമ്പാർ വെക്കും കേട്ടോ. എനിക്ക് എങ്ങനെ തോന്നുന്നത് അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ചിലപ്പോൾ ഇങ്ങനെ വെക്കും, ചിലപ്പം എപ്പോഴും എങ്ങനെ തോന്നുന്നത് അതുപോലെയൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ. എന്തായാലും എത്ര ടൈം ഉണ്ടെങ്കിലും എന്തൊക്കെ വേണം നമ്മളെ ഭക്ഷണം എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ആ ടൈം കൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നോക്കും കേട്ടോ. മടിച്ചിരിക്കില്ല.
പിന്നെ മക്കൾസിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോഴാവും നമ്മുടെ എല്ലാ പരിപാടികളും വൈകിങ്ങാണ്ടിരിക്കുക കേട്ടോ. പക്ഷേ നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാരാകുമ്പോൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കുറേ കടമകളുണ്ടല്ലോ. അത് ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട പല കടമകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒന്നാമത് മുഖ്യം നമ്മളെ കയ്യിൽ പണമാണ് കേട്ടോ. പണം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കൾസിനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ ആരെയും പേടിക്കാതെ ആരെയും ഒന്നും അവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നമ്മളതായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പെൺകുട്ടിയായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം എന്തായാലും മസ്റ്റാണ്. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒരു +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിച്ച് അത്യാവശ്യം ചെറിയൊരു ജോലി, ഒരു കമ്പ്യൂട്ടർ കോഴ്സെങ്കിലും പഠിപ്പിക്കുക, അല്ലെങ്കിൽ TTC എങ്കിലും പഠിപ്പിക്കുക. മക്കൾസിനെ അവരെ ഒരു ജോലി ആയതിന് ശേഷം കല്യാണം കഴിപ്പിക്കാൻ നോക്കുക. അത് വിചാരിച്ചിട്ട് ഒരു 10-30 വയസ്സാകുമ്പോൾ ഒന്നും കല്യാണം കഴിപ്പിക്കാതെ ഒരു 10-22 വയസ്സായിട്ടുണ്ടെങ്കിൽ എന്തായാലും കല്യാണം കഴിച്ച് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ സുഖമായിട്ട് അവർ ജീവിക്കാനുള്ളൊരു പ്രാപ്തി മക്കൾസിനുണ്ടാവണം. അതാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറുന്നു. ചെമ്മീനായിരുന്നു കേട്ടോ, മീൻ പൊരിച്ചതൊക്കെ അതിൻ്റെ ഓർമ്മയില്ല. 2-3 ദിവസം എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോറൊക്കെ തന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ അടച്ച് പൂട്ടി എൻ്റെ മക്കൾസിനെ തിരികെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകട്ടോ. അങ്ങനെ അവിടുന്ന് ചിലപ്പം ചായയൊക്കെ കുടിച്ച് ഉപ്പച്ചീനും ഉമ്മച്ചീനെയൊക്കെ കണ്ട് കഥ പറഞ്ഞ് അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.